Hey guys, welcome back to NKL EDITS. So guys, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പ്രിവ്യൂ കണ്ട ഒരു കിഡിലൻ ട്രാൻസിഷൻ എങ്ങനെ വളരെ സിമ്പിളായിട്ട് ലൈറ്റ് മോഷനിൽ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ആ ഒരു ട്രാൻസിഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. സോ ഗൈസ്, അതിനുവേണ്ടി നിങ്ങൾ ഈ വീഡിയോ മുഴുവനായും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സോ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. 1:1 ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ മീഡിയയിൽ വന്ന ശേഷം നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഒരു 1:1 ഒരു ഫോട്ടോ ഒന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഏതെങ്കിലും ഒരു ഫോട്ടോ നിങ്ങൾ ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ നിങ്ങൾക്ക് ഡെമോ കാണിച്ചു തരാൻ വേണ്ടിയാണ് ജസ്റ്റ് ഈ ഒരു ഫോട്ടോ ആണ് എടുക്കുന്നത്. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യുക, പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഒരു ഓവർലേ ആഡ് ചെയ്യണം. ആ ഒരു ഓവർലേ ഒന്ന് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുക, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഈ ഒരു ഓവർലേ ആണ് നമ്മളിതിൽ ആഡ് ചെയ്യുന്നത്. ഈ ഒരു ഓവർലേ നമ്മളിത് ഈ ഒരു ക്ലിപ്പിൻ്റെ പകുതിക്കായിട്ട് വന്ന് സെറ്റ് ചെയ്യുക. ഓക്കെ, ഇതേപോലെ പകുതിക്കായിട്ട് വന്ന് സെറ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഈ ഒരു ഓവർലേ ഇതേപോലെ ഫുള്ളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫുള്ളായിട്ട് സെറ്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടായതുകൊണ്ട് ഇത് ഈ ഒരു എൻഡ് വരെ, ഈ ഒരു ഫോട്ടോത്തിൻ്റെ ഈ ഒരു പാർട്ട് വരെ മാത്രമേ എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത് നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ആ ഒരു ഓവർലേ സെലക്ട് ചെയ്യുക, എഫക്ട്സ്, ആഡ് എഫക്ട്സിൽ ക്രോമാക്കി ആഡ് ചെയ്യുക. സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ക്രോമാക്കി ആഡ് ചെയ്യുക. ദെൻ നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ആ ഒരു കളർ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു പെൻസിൽ ടൂൾ ക്ലിക്ക് ചെയ്യുക. ദെൻ ആ ഒരു ഗ്രീൻ കളർ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ താഴെയുള്ള ത്രഷോൾഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്തിട്ട് ആ ഒരു ഗ്രീൻ കളറ് ഏകദേശം പോകുന്ന രീതിക്ക് സെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഏകദേശം പോയിട്ടുണ്ട്. ആ ഒരു രീതിക്ക് ആ ഒരു ക്രോമാക്കി സെറ്റ് ചെയ്യുക നമ്മൾ. ഓക്കെ, അപ്പോൾ ഇത് സെറ്റ് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക. ആ ഒരു റെക്റ്റാങ്കിൾ ഒന്ന് നമ്മൾ ഫിൽ സ്ക്രീൻ കൊടുക്കുക. ഇതേപോലെ ഫിൽ സ്ക്രീൻ കൊടുത്ത ശേഷം നമ്മൾ ആ ഒരു റെക്റ്റാങ്കിൾ, അതായത് ആ എല്ലാ ലേസും 3 ലേസും കൂടെ സെലക്ട് ചെയ്തിട്ട് ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ചെയ്യുക. ഇതേപോലെ ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ചെയ്യുക. ദെൻ ഈ ഒരു ലെയർ സെലക്ട് ചെയ്യുക, അഗെയിൻ എഫക്ട്സ്, ആഡ് എഫക്ട്സിൽ ക്രോമാക്കി ഒന്നുകൂടെ ആഡ് ചെയ്യുക. ദെൻ നമ്മൾ അഗെയിൻ ആ ഒരു കളർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ആ പെൻസിൽ ടൂൾ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ബ്ലൂ സെലക്ട് ചെയ്യുക. സെയിം മെത്തേഡ് ത്രഷോൾഡിൽ വന്നിട്ട് ആ ഒരു ബ്ലൂ ഇറേസ് ആവുന്ന രീതിക്ക് ത്രഷോൾഡ് സെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഏകദേശം നിങ്ങൾ ആ ഒരു കറക്റ്റായി സെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്തപ്പോൾ ആ ഒരു ബ്ലൂ കളർ പോയിട്ടുണ്ട്. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യുക, അഗെയിൻ ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക, ഫിൽ സ്ക്രീൻ ചെയ്യുക. ദെൻ ആ ഒരു 2 ലെയർ സെലക്ട് ചെയ്യുക, നമ്മൾ ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ചെയ്യുക. ഇനി ഇതിലാണ് നമ്മൾ ആ ഒരു ബോക്സ് ട്രാൻസിഷൻ കൊണ്ടുവരേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ഈ ഒരു എഫക്ട്സ്, ആഡ് എഫക്ട്സിൽ 3Dയിൽ ബോക്സ് എഫക്റ്റ് ആഡ് ചെയ്യുക. ഇതേപോലെ ദെൻ നമ്മൾ താഴേക്ക് വരുമ്പോൾ ഷൈൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് നമ്മൾ 0 ആക്കി കൊടുക്കുക ഫസ്റ്റ്. ദെൻ നമ്മൾ സ്കെയിലിലേക്ക്, അതിനു മുമ്പ് നമുക്ക് ഹൈറ്റിലേക്ക് വരാം. ഹൈറ്റ് 300 നമ്മൾ ഇതേപോലെ ഡിക്രീസ് ചെയ്ത് കൊടുക്കുക, അതായത് ഒരു 100 കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുക. ഓക്കെ, ഇതേപോലെ കറക്റ്റായി 100 സെറ്റ് ചെയ്യുക. ദെൻ നമ്മൾ സ്കെയിൽ വന്നിട്ട് സ്കെയിൽ ജസ്റ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്യുക. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് ആ ഒരു രീതിക്ക് സ്കെയിൽ അഡ്ജസ്റ്റ് ചെയ്യുക. ഞാനിപ്പോൾ 2 ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു റൊട്ടേഷൻ നിങ്ങൾക്ക് ഈ ഒരു 3D ക്യൂബിന് നിങ്ങൾക്ക് കൊടുക്കുക. ഓൾറെഡി കുറേ അധികം റൊട്ടേഷനും 3D റൊട്ടേഷനും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഒരു റൊട്ടേഷൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇതേപോലെ 2 കീ ഫ്രെയിംസ് ആഡ് ചെയ്യാം. ഓക്കെ, 2 കീ ഫ്രെയിംസ് ആഡ് ചെയ്തിട്ട് അതിനു മുമ്പ് നമ്മൾ എക്സിൻ്റെ വാല്യൂ ഒന്നൊരു 15 സെറ്റ് ചെയ്ത് വെക്കുക. ഒരു ചെറിയൊരിത് സെറ്റ് ചെയ്യുക. ദെൻ നമ്മൾ ഇതേപോലെ 2 കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഒരു കീ ഫ്രെയിം ഇതേപോലെ ഫസ്റ്റ് സെറ്റ് ചെയ്തിട്ട് വൈയുടെ വാല്യൂ ഒന്നൊരു ചെറിയ റൊട്ടേഷൻ ഒരു 180 സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഒരു ചെറിയ റൊട്ടേഷനാണ് ഇവിടെ സെറ്റ് ചെയ്യുന്നത്. ദെൻ അത് എൻഡിലേക്ക് സെറ്റ് ചെയ്ത ശേഷം നമ്മൾ 4th കർവ് അപ്ലൈ ചെയ്യുക. ഇപ്പോൾ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇതേപോലെ റൊട്ടേഷൻ, പിന്നെ ആ ഒരു ഓവർലേയുടെ എഫക്റ്റ് കൊണ്ട് തന്നെ നമ്മൾക്കത് ആ ഒരു ഓവർലേ പോലെ ഇങ്ങനെ താഴേക്ക് വീഴുന്നതായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോസിലൊക്കെ ഈ ഒരു ട്രാൻസിഷൻ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. വളരെ ലാഗൊന്നുമില്ല, ജസ്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് പ്ലേ ചെയ്യുമ്പോൾ തന്നെ കാണാൻ സാധിക്കും. വളരെ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു കിഡിലൻ ട്രാൻസിഷനാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ നിങ്ങളുടെ വീഡിയോസിലും കാര്യങ്ങളിലൊക്കെ ഇത് ആഡ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇനി ഇതേപോലെ എഡിറ്റിംഗ് വീഡിയോസ് ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്.